നമസ്കാരം. ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഒരുപാട് കാലമായി. പല കാരണങ്ങളെ കൊണ്ട് അത് നീണ്ടുപോയി. എനിക്കൊഴിവുണ്ടാകുമ്പോൾ ഗസ്റ്റിന് ഒഴിവുണ്ടാവില്ല, ഗസ്റ്റിന് ഒഴിവുണ്ടാകുമ്പോൾ എനിക്കൊഴിവുണ്ടാവില്ല, ഇനി രണ്ടുപേർക്ക് ഒഴിവുണ്ടെങ്കിൽ സ്റ്റുഡിയോ ഒഴിവുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ നീണ്ടു പോയി. ഇന്ന് നമ്മോടൊപ്പം നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ലത്തീഫ് കൂടല്ലൂരാണ് എൻ്റെ കൂടെ ഉള്ളത്. ലത്തീഫിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വളരെ സുപരിചിതനാണ്. 1000 ഫേസ്ബുക്ക് കഥകൾ രചിച്ചുകൊണ്ട് ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് എത്താൻ സാഹചര്യമുള്ള ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന ലത്തീഫ് കൂടല്ലൂരിനെയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് രചനകളെക്കുറിച്ച്, വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച്, കുടുംബകാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും നിങ്ങളെല്ലാവരും പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് ആദ്യം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റിലേക്ക് ലത്തീഫ് കൂടല്ലൂർ ആദ്യമായി സ്വാഗതം ചെയ്യണം. നമസ്കാരം. നമസ്കാരം. ലത്തീഫിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ 300 എപ്പിസോഡായപ്പോൾ, കഥ ഫേസ്ബുക്ക് പേജ് 300 ആയപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യണ്ടായി. കാഷ്വലായിട്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു ലെവലിലേക്ക് 1000 എത്തുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്താൽ പോരല്ലോ. അപ്പോൾ ഒരു സ്റ്റുഡിയോ ആംബിയൻസിൽ നമ്മളൊരു പോഡ്കാസ്റ്റ് തന്നെ ചെയ്യാമെന്ന് കരുതി. എങ്ങനെ ഇപ്പോൾ 1000 എത്തിപ്പെട്ടു? 1000 എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഞാൻ എൻ്റെ കഥാസമാഹാരം അതിന് പേരിട്ടിരിക്കുന്നത് കൈതപ്പൂവിൻ്റെ നാട്ടിൽ നിന്നാണ്. പലരും ചോദിക്കുന്നു, എന്താണ് ഈ കൈതപ്പൂവിൻ്റെ നാട്ടിൽ ചോദിക്കുന്നു. അപ്പോൾ ഈ കൈതപ്പൂവിൻ്റെ നാട്ടിൽ എന്ന് വെച്ചാൽ സത്യത്തിൽ അത് കൂടല്ലൂരാണ്. കൂടല്ലൂരിൻ്റെ മറ്റൊരു വിശേഷണമാണ് ഈ കൈതപ്പൂവിൻ്റെ നാട്ടിൽ. ഒരു കാലത്ത് കൂടല്ലൂർ ഈ പൂക്കൈതകളാൽ സമൃദ്ധമായിരുന്നു. പൂമണം വ്യാപിച്ച് ഉണ്ടായിരുന്ന ഒരു കാലത്ത് ജനിച്ചതാണ് നമ്മളൊക്കെ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വ്യാപകമായിട്ട് ഈ കൈതപ്പൂ വിടർന്നു നിന്നിരുന്ന ഒരു കാലം, അതിൻ്റെ സുഗന്ധം ധാരാളം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ കൂടല്ലൂരിൽ ഒരു മുരട് പോലും നമുക്ക് കാണുന്നില്ല. അപ്പോൾ ആ സ്മരണ നിലനിർത്താനാണ് ഞാൻ എൻ്റെ കഥാസമാഹാരത്തിന് ഈ കൈതപ്പൂവിൻ്റെ നാട്ടിൽ എന്ന പേര് കൊടുത്തത്. അതാണ് എനിക്ക് ആദ്യം ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്ന ആളാണ്, കഥകളായിട്ടും ഫോട്ടോസായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ അനുഭവക്കുറിപ്പൊക്കെ ഇടാറുണ്ട്. അതിപ്പോൾ ഒരു മാസത്തിലൊന്ന്, അല്ലെങ്കിൽ ഒരു ആഴ്ചയിലൊന്ന്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ, അങ്ങനെ പ്രത്യേകിച്ച് സമയം സന്ദർഭമൊന്നുമില്ല. പക്ഷേ ഒരു കൃത്യമായ പീരീഡിൽ, ആഴ്ചകളിൽ എണ്ണിക്കൊണ്ട്, മാസം ഇത്ര എപ്പിസോഡ് എണ്ണിക്കൊണ്ട് 1000 വരെ എത്തിയത് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടാണ്. അത് ഒരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അന്ന് 300ാമത്തെ എപ്പിസോഡ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ലത്തീഫിനോട് പറയണ്ടായി, ഇത് 1000 അന്ന് എന്നോട് പറഞ്ഞല്ലോ 1000 എത്തിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു 1000 എത്തുമോ എന്ന് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. എന്നിപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പൊ ആ സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു? 2018 ജനുവരി 1 ഞാൻ ഈ കഥയിലേക്ക് തിരിഞ്ഞത്.